ഡെലിവറിക്ക് ശേഷം ആദ്യം ഉണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വണ്ണം വെക്കുന്നു, അതുപോലെ തന്നെ വയറ് ചാടുന്നു എന്നുള്ള രണ്ട് കാര്യങ്ങളാണ്. വണ്ണം വെക്കുക എന്നുള്ള ആ ഒരു സാധനത്തിനെ എങ്ങനെ ഓവർകം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവരും പറയുമല്ലോ, അതായത് കുട്ടി ഉണ്ടായി കഴിയുമ്പോഴേക്കും, കുട്ടി ഉണ്ടാവുന്നത് വരെ കുഞ്ഞിന് വേണ്ട നല്ല ന്യൂട്രിയൻസ് കിട്ടണം, കുഞ്ഞിന് വേണ്ട നല്ല പ്രോട്ടീൻ കിട്ടണം, നന്നായി ഭക്ഷണം കഴിക്കണം എന്ന് പറയും. അത് ഞാനും പാലിച്ചിരുന്നു. ആ ഒരു 9 മാസം ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിച്ചിരുന്നു. അതിന് ശേഷം വന്നത്, അതായത് ഡെലിവറിക്ക് ശേഷവും ഇതേ കാര്യം നമ്മൾ കേൾക്കും. അതായത് പാലുണ്ടാകാനായിട്ട് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണം, ഒരുപാട് ചോറുണ്ണണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കും. അപ്പൊ ആ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ തീരുമാനിച്ചത്, ഒരുപാട് ചോറുണ്ട് കുട്ടിക്ക് പാലുണ്ടാകുമോ, ഇതിന് സയന്റിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അടിത്തറയുണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇല്ല. നമ്മളല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഡോക്ടേഴ്സിനോട് ചോദിക്കുമ്പോൾ ഒരുപാട് ചോറുണ്ടത് കൊണ്ടോ അല്ലെങ്കിൽ കുറെ പാല് കുടിച്ചത് കൊണ്ടോ അങ്ങനെയൊന്നും അല്ലല്ലോ ഇതിനെ നമ്മൾ എങ്ങനെയാണ് നല്ല രീതിയിൽ പാല് വരിക, കുട്ടിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കുട്ടിക്ക് കൊടുക്കാൻ സാധിക്കുക എന്ന് നമ്മൾ നോക്കുമ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അതായത് ഇങ്ങനെ ചോറ് മാത്രമാണ് ലോകം, അല്ലെങ്കിൽ ചോറ് കഴിച്ചാലേ ശരിയാവുള്ളൂ എന്നുള്ള ആ ഒരു ചിന്ത മാറ്റിയിട്ട് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, നല്ല ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ 72 കിലോ ആയിരുന്നു ഞാൻ എൻ്റെ ഡെലിവറി സമയത്ത് ഞാൻ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഞാനിപ്പോൾ 62 kgs എത്തി.